ഹലോ, എത്ര നാളായല്ലേ കണ്ടിട്ട്? നിങ്ങൾ എന്നോട് ചോദിക്കാൻ വെച്ച ചോദ്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത്. മാവേലി എന്നേക്കാൾ ഭേദമാണെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്? സത്യമാണ് കേട്ടോ. കുറേ നാളുകളായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യാനാണ്, ലൈഫിൽ സംഭവ ബഹുലമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. എന്നെ മറന്നോ? കുറേ ആൾക്കാരൊക്കെ എന്നെ മറന്നിട്ടുണ്ടാവും അല്ലേ? ഹലോ ഹലോ, ഞാൻ വന്നു കേട്ടോ. ഇനി പോവാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. നിങ്ങൾക്കറിയാലോ, എൻ്റെ വീഡിയോസ് തുടക്കം മുതൽ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാം, ഭയങ്കര കാവടി തുള്ളി വന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് ട്രാജഡി ആയിട്ട് ഒരു മൂലയ്ക്ക് കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അതും ഒരു വട്ടമല്ല, 2 വട്ടം. എന്നിട്ടൊരു നാണമില്ലാണ്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് വീഡിയോസുമായിട്ട്. അപ്പോൾ ഇത്തവണത്തെ വരവൊന്ന് ഉഷാറാക്കാം എന്ന് വിചാരിച്ചു. എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ അടിയിലും, ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ അടിയിൽ വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നൊരു കാര്യം, വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യാമോ, വെയിറ്റ് ലോസ് ചലഞ്ച് റീസ്റ്റാർട്ട് ചെയ്യാമോ എന്നുള്ളത്. എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുള്ളൊരു കമൻറ്റാണ് കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി 2 വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 21 ഡേയ്സും 30 ഡേയ്സും. അപ്പം അത് നിങ്ങൾക്ക് അത്രയും എഫക്റ്റീവായിട്ട് തോന്നി എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും എന്നോട് ഇത് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്. പക്ഷേ ഇത്തവണ 21 ഡേയ്സോ 30 ഡേയ്സോ അല്ല കേട്ടോ, നമുക്ക് സംഖ്യ ഇച്ചിരി അങ്ങോട്ട് കൂട്ടാം. ഒരു 60 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യാം. ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ അത്യാവശ്യം ആർക്കാണെന്നറിയോ? എനിക്കാണ്. എൻ്റെ വെയിറ്റ് കൂടി, സത്യം എൻ്റെ വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചുമ്മാ ഒന്നും നമുക്ക് വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? എന്നാൽ വന്നോളൂ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് ലിവ്ഡ് വിത്ത് ആര്യ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമസ്കാരം. എൻ്റെ പേര് ആര്യ എന്നാണ്. നമ്മുടെ ചാനലിൽ കൂടുതലും ലൈഫ് സ്റ്റൈൽ, മോട്ടിവേഷൻ, ഫിറ്റ്നസ് ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോഴും ഞാനൊരു കാര്യം കൂടി ആഡ് ചെയ്ത് പറയുകയാണ്. ഞാനൊരു സർട്ടിഫൈഡ് ഡയറ്റീഷ്യൻ അല്ല, ന്യൂട്രീഷനിസ്റ്റ് അല്ല, ഞാനൊരു ഫിറ്റ്നസ് ട്രെയിനർ അല്ല. ഈ വക ക്വാളിഫിക്കേഷൻ ഒന്നും തന്നെ എനിക്കില്ല. ഇത് എടുത്തെടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാം. എനിക്ക് ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജസ് വരുന്നുണ്ട്. പൈസ തരാം, ഡയറ്റ് പ്ലാൻ തരാമോ, പൈസ തരാം, ഫിറ്റ്നസ് ട്രെയിനിങ് പറഞ്ഞു തരാമോ എന്നൊക്കെ. ഇതൊക്കെ അറിയാമെങ്കിൽ ഞാനിവിടെ ഇരിക്കുമോ? ഇല്ല, ഞാൻ വല്ല ഫിറ്റ്നസ് ട്രെയിനറോ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റോ ഡയറ്റീഷ്യനോ ഒക്കെ ആയേനെ. പിന്നെ ഞാൻ എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഞാനൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഒരു 98 കിലോ ഉള്ള സമയത്താണ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് പലതവണ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അതായത് 98 എന്നുള്ളത് 97 പോലും ആവില്ല. അപ്പോഴത്തേക്ക് എൻ്റെ സകല മൂടും പോവും. എൻ്റെ എന്താ പറയുക, എല്ലാ ആവേശവും കെട്ടടങ്ങി ഞാൻ പലതവണ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ സമയത്ത് എല്ലാ കാര്യങ്ങളും എനിക്ക് അനുകൂലമായിരുന്നു. അതായത് വെയിറ്റ് കുറയ്ക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഒരൊറ്റ കുറവാണ് എനിക്കുണ്ടായിരുന്നത്. നമ്മളിങ്ങനെ ബാക്കോട്ട് വലിയുന്ന സമയത്ത് ഒരു ഉന്ത്, ഒരു പുഷ് നമുക്ക് കിട്ടിയാൽ മതി. ഒരേ ഒരാൾ വന്നിട്ട് സാരമില്ല, ഇറ്റ്സ് ഓക്കെ, നിനക്ക് പറ്റും, നിന്നെക്കൊണ്ടേ പറ്റൂ, നിർത്തരുത് എന്ന് പറയാൻ ഒരാൾ, അതെനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. ഭാഗ്യവശാലാണോ നിർഭാഗ്യവശാലാണോ എന്നറിയില്ല, എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഫിസിക്കലി ഫിറ്റായിരുന്നു. നല്ല കാര്യം, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ഇമോഷൻസിലൂടെയും കുറേ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മുടെ മൈൻഡ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി എന്ന് പറയുന്നത്. അത്ര സിമ്പിളൊന്നുമല്ല. പുറമേ നിന്ന് കാണുന്ന ആൾക്കാർക്ക് ഇതൊക്കെ എന്ത് എന്ന് തോന്നാം, പക്ഷെ അതങ്ങനെയല്ല. നമ്മൾ ഒരുപാട് മൂഡ് സ്വിങ്സിലൂടെയും ഫിസിക്കലി ആൻഡ് മെൻ്റലി ഉള്ള ചേഞ്ചസിലൂടെയും ഒക്കെ നമ്മൾ പോകുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് നമുക്ക് വേണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് ഒരേ തോണിയിൽ സഞ്ചരിക്കുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ? അപ്പോൾ ആ സപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനെന്നോ അമ്മയെന്നോ ഹസ്ബൻഡിനോ ഒക്കെ കിട്ടും. പക്ഷേ അവരെക്കാളൊക്കെ കൂടുതൽ ചിലപ്പോൾ നിങ്ങളെ ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതാണ്ട് ഒരേപോലെ തന്നെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നു, വീണ്ടും മുടങ്ങുന്നു, വെയിറ്റ് കൂടുന്നു, അങ്ങനെ ഒരുപാട് തവണ എല്ലാ വൾണറബിലിറ്റീസിലൂടെയും കടന്നു പോയ ഒരാൾക്ക് കൂടുതൽ നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത്രയും ഞാനും ഉദ്ദേശിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരാളാണ് ഞാനും. നിങ്ങൾക്കറിയാമല്ലോ, 98 കിലോയിൽ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത ആളാണ് ഞാൻ. ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നത് 85 കിലോയിലാണ്. നമ്മൾ ഒരുമിച്ചാണ് 85-ൽ നിന്ന് 80 ആക്കിയത്. ഇപ്പം വീണ്ടും ഞാൻ തിരിച്ച് 5 കിലോ കൂടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തോന്നാവുന്ന ഒരു ഡൗട്ടാണ്, ഇത്രയൊക്കെ ചെയ്തിട്ടും വെയിറ്റ് കുറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് കൂടി എന്നുള്ളത്. വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഡൗട്ടാണ്. അതിന് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടി എക്സ്പ്ലനേഷൻ തരാം കേട്ടോ.
കറക്റ്റായിട്ടുള്ള വർക്കൗട്ടും ഡയറ്റും ഫോളോ ചെയ്ത് വേറെ ഷോർട്ട് കട്ട്സോ ഒന്നും യൂസ് ചെയ്യാതെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലൂടെ വെയിറ്റ് കുറച്ചുകൊണ്ട് വന്ന ഒരാളാണ് ഞാൻ. 85 കിലോ അല്ലെങ്കിൽ 80 കിലോ വരെ ഞാൻ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഡിസ്കിന് ഒരു ബൾജിങ് വരുന്നത്. അപ്പോൾ അത് നെർവിന് തട്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ബെഡ് റിഡൻ സ്റ്റേജിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വർക്കൗട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തു. കംപ്ലീറ്റ്ലി വർക്കൗട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതായത് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ആശ്വസിച്ചൊരു കാര്യം, ഓക്കെ വർക്കൗട്ട് അല്ലേ ചെയ്യാൻ പറ്റാത്തുള്ളൂ, ഡയറ്റ് ഇപ്പോഴും എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്തത് 21 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ച്. അത് ഏതാണ്ട് തീരാറായപ്പോഴത്തേക്ക് എനിക്ക് അടുത്ത പണിയും കിട്ടി. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. എനിക്ക് 5 പല്ലിന് ക്യാവിറ്റി വന്നു. അത് പെട്ടെന്ന് വന്നതല്ല, എനിക്കിതിന് മുന്നേയും ഉണ്ടായിരുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ ഡിസ്ക് ബൾജ് വന്ന് നെർവ് കംപ്രഷൻ വന്നതുകൊണ്ടാവാം എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പെട്ടെന്ന് നമ്മുടെ പല്ലിനെ അഫക്റ്റ് ചെയ്ത് എന്തായാലും ഒരു 5-6 പല്ലിന് എനിക്ക് നല്ല വേദനയായിരുന്നു. ഊഹിക്കാമല്ലോ, ഒരു പല്ലിൻ്റെ വേദന തന്നെ നമുക്ക് സഹിക്കാൻ പാടാണ്. അപ്പോൾ ഈ 6 പല്ലെന്നൊക്കെ പറയുമ്പോൾ അതിൽ എൻ്റെ ഡയറ്റും നിന്നുപോയി കേട്ടോ. അതായത് ലിറ്ററലി കുട്ടികൾക്ക് കൊടുക്കണ പോലെ കഞ്ഞിയൊക്കെ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചിട്ടായിരുന്നു ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ കുറുക്ക്, അതുപോലെ വളരെ ലൈറ്റായിട്ടുള്ള അധികം ചവയ്ക്കേണ്ട ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അതായത് നമ്മൾ ഈ സാലഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതാണെന്ന് ഓർക്കണം. സാലഡും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ പച്ചയ്ക്കും പഴുക്കാത്തതും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ പെട്ടെന്ന് എല്ലാം നിന്നുപോയി. അപ്പോൾ അതിൽ ഏതാണ്ട് തീരുമാനമായി. പക്ഷെ ആ സമയത്തും എൻ്റെ ഉള്ളിൽ ഒരല്പം പോസിറ്റിവിറ്റി ബാക്കിയുണ്ടായിരുന്നു. കാരണം ഞാൻ ചിന്തിച്ചത് ഇറ്റ്സ് ഓക്കെ, ഇപ്പോഴത്തെ ഡയറ്റിൽ വരുന്ന ചേഞ്ച് അല്ലാണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ ഷുഗർ കഴിക്കുന്നില്ല. അതുപോലെ രാത്രിയിൽ ഒരുപാട് നേരം വൈകി അത്താഴം കഴിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഇത് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഷുഗർ കഴിക്കുന്നില്ല, ഓക്കെ, അതൊരു നല്ല കാര്യമാണ്. 8 മണിക്ക് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല, അപ്പം അതും നല്ലൊരു കാര്യമാണ്. അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് തട്ടിയും മുട്ടിയും ഞാൻ എൻ്റെ ഡയറ്റ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മൂന്നാമത്തെ ഒരു കാര്യം, അത് നിങ്ങളോട് ഞാൻ ആദ്യമായിട്ടാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ തന്നെ അതെനിക്ക് വന്നപ്പോഴാണ് ആ പേര് കേൾക്കണത് കേട്ടോ. ഇത്രയേ ഉള്ളൂ, വേർട്ടിഗോ. വേർട്ടിഗോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും വലിയൊരു ഐഡിയ ഒന്നുമില്ല. നമ്മൾ ഈ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ കുറച്ചും കൂടി ഒരു എക്സ്ട്രീം കേസാണ്. നമുക്കിങ്ങനെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. എനിക്ക് നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ പറ്റാത്തൊരവസ്ഥ. ഡിസ്ക് ബൾജ് അവിടെ കിടക്കണു, പല്ല് അവിടെ കിടക്കണു, അതിൻ്റെ കൂട്ടത്തിൽ ഈ വേർട്ടിഗോ എന്ന് പറയുന്ന ഈ സാധനം കൂടി വന്നപ്പോൾ പൂർത്തിയായി. വേർട്ടിഗോ എന്ന് പറയുന്നത് പലരും ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ പറയുന്ന സാധനത്തെക്കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത്. ജനുവരി 30-നായിരുന്നു അല്ലേ നമ്മൾ 80 കണ്ടത്? യെസ്, ജനുവരി 30-ന് ഞാൻ 80 കിലോ ആക്കിയതാണ് 30 ഡേയ്സ് വെയിറ്റ് ലോസ് ചെയ്തിട്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഡിസ്ക് ബൾജ് വന്നു. പക്ഷേ സംഭവം നമ്മൾ 21 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ച് എങ്ങനെയൊക്കെയോ പൂർത്തിയാക്കി. അവിടെയും എനിക്ക് തോന്നുന്നു 84-നാണ് പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും ഇനി കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് നോക്കിയിട്ട് കാര്യമില്ല. ഇനി നമ്മൾ പുതിയത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ലൈഫ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ നാളെ ഈ വേർട്ടിഗോൻ്റെ ബാക്കി പത്രം എനിക്ക് വന്നേക്കാം. വരികയാണെങ്കിൽ വരട്ടെ, അത് അപ്പം നോക്കാം. ഇപ്പം എന്തായാലും പ്രസൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. നാളത്തെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. എൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് മുൻകൂറായിട്ടൊരു സൂചന തന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പരമാവധി എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും. അതുപോലെ എൻ്റെ കയ്യിൽ മോട്ടിവേഷൻ തീരാറാവുമ്പോൾ നിങ്ങൾ എനിക്ക് ഇച്ചിരി മോട്ടിവേഷൻ തരണം കേട്ടോ. അപ്പോൾ ഇനി കൂടുതൽ വർത്താനം പറഞ്ഞ് ചളവാക്കുന്നില്ല. എന്നാണ് നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് 60 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂലൈ 1-ാം തീയതിയാണ് കേട്ടോ. 1-ാം തീയതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടിപൊളിയാണല്ലോ. എന്തൊരു കാര്യം തുടങ്ങാൻ പറ്റിയൊരു ദിവസമാണ്. അപ്പോൾ ജൂലൈ 1-ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മെയിൻ പാർട്ടിലേക്ക് കിടക്കാം. വേറെ ഒന്നുമല്ല, റൂൾസ് ആണ്. യെസ്, നമുക്ക് 60 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ചിന് റൂൾസ് ഉണ്ട്. ഒരു 15 റൂൾസ് ഉണ്ട്. വേണമെങ്കിൽ നിങ്ങളൊരു പേപ്പറും പേനയൊക്കെ എടുത്തിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ്, അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഒരു ഭയങ്കരമായിട്ട് സ്റ്റബേൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ഫ്രഷ് സ്റ്റാർട്ട്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണം, അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. അത് വെയിറ്റ് കുറയ്ക്കുന്നതായിക്കോട്ടെ, ഒരു ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആക്കി കൊണ്ടുവരുന്നതായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു ഫ്രഷ് സ്റ്റാർട്ട് വേണം എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ബുക്കും പേനയൊക്കെ എടുത്ത് റെഡിയായി നിന്നോ. ഹെൽപ്ഫുൾ ആവും നിങ്ങൾക്ക് എന്തായാലും. അപ്പം
ഈ 15 റൂൾസിനെയും ഞാനൊന്ന് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് ഫിറ്റ്നസ് റൂളാണ് കേട്ടോ. രണ്ടാമത്തെ റൂള് ന്യൂട്രീഷൻ റൂളാണ്. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ റൂൾസ് ആണ്. ഇതിപ്പം ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്തത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും ഇതൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഫിറ്റ്നസ് റൂളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫിറ്റ്നസ് റൂൾ എന്ന് പറയുന്നത്. 4 റൂൾസാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സിമ്പിളാണ്. 5000 സ്റ്റെപ്പ് ഡെയിലി നടക്കാൻ ശ്രമിക്കുക. മിനിമം ആണ് കേട്ടോ 5000 സ്റ്റെപ്പ്. തുടക്കത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് 1000, 1200, ചില ദിവസം 800 ഇതൊക്കെയാണ് എനിക്ക് നടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ദൈവം സഹായിച്ച് 5000 സ്റ്റെപ്പ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ 5000 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം മിനിമം 15 മിനിറ്റ് തൊട്ട് ഒരു 30 മിനിറ്റ് വരെയെങ്കിലും എക്സസൈസ് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഇൻറ്റൻഷനലി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അതിപ്പോൾ എന്തോ ആയിക്കോട്ടെ, യോഗ അല്ലെങ്കിൽ ഡാൻസ്, വാക്കിങ്, സ്വിമ്മിങ്, സ്ട്രെങ്ത് ട്രെയിനിങ് ഒക്കെ ആണെങ്കിൽ അടിപൊളി. പക്ഷെ നല്ലൊരു ഗൈഡൻസ് ഇല്ലാണ്ട് നിങ്ങളത് സ്റ്റാർട്ട് ചെയ്യരുത്. ഞാൻ തന്നെ ഒരു ഫിറ്റ്നസ് ട്രെയിനറിൻ്റെ കീഴിലാണ് സ്ട്രെങ്ത് ട്രെയിനിങ് ആദ്യം ചെയ്തത്. അതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ ചെയ്യാൻ ശ്രമിച്ചത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വർക്കൗട്ട് മസ്റ്റായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. 5 അല്ലെങ്കിൽ 6 ഡേയ്സ് എ വീക്ക്. ഒരു ദിവസം ഫ്രീ ആയിട്ട് ഇരുന്നോളൂ. അത് നമുക്കൊരു റിക്കവറി ഡേ ആയിട്ട് കൊടുക്കാം. ഓവർ സ്ട്രെസ് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ബോഡീനെ. ഡാൻസിങ് ആവാം, വാക്കിംഗ് ആവാം. ഒരു 15 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യൂ. സ്റ്റാർട്ട് സ്മോൾ. അതല്ല അത് കൂടുതൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഫെയർ ഇനഫ്. ഒരു മണിക്കൂർ വരെയൊക്കെ മാക്സിമം നിങ്ങൾ ചെയ്താൽ മതിയാവും. ഇനി മൂന്നാമത്തെ കാര്യം 5 മിനിറ്റ്സ് എന്തായാലും സ്ട്രെച്ച് ചെയ്തിരിക്കണം. സ്ട്രെച്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നമ്മൾ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വാം അപ്പ് എക്സസൈസ് ഒക്കെ ചെയ്യത്തില്ലേ, അതിൽ നമ്മൾ സ്ട്രെച്ചിങ് ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പോഴാണ് എനിക്കതിൻ്റെ അത്രയും ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത് കേട്ടോ. ഈ ഡിസ്ബൾജും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് സ്ട്രെച്ചിങ്ങിന് ഇത്രയും ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിലുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ സ്ട്രെച്ചിങ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് 2 ദിവസങ്ങൾ അടുപ്പിച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാതിരിക്കരുത്. അത് നമ്മളുടെ ഉള്ളിലൊരു മടി ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. അതായത് ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്തില്ല, മനുഷ്യരാണ്, എന്തെങ്കിലും കാരണങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്നിരിക്കാം. പക്ഷെ നാളെയും നമ്മൾ ചെയ്യാതിരിക്കാനുള്ള ടെൻഡൻസി നമുക്ക് കൂടും. പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ചാലഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണെങ്കിൽ ഇന്നലെ ചെയ്തില്ലല്ലോ, അപ്പം ഇന്നും ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നുള്ളൊരു മൈൻഡായിരിക്കും. പക്ഷെ അത് നമ്മൾ ഓവർ റൈറ്റ് ചെയ്യണം. അതായത് നമ്മുടെ മൈൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ ഓവർ റൈറ്റ് ചെയ്തിട്ട് ഓക്കെ ഇന്നലെ ചെയ്തില്ലല്ലോ, അപ്പോൾ ഇന്ന് എനിക്ക് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ, ഒരു 5 മിനിറ്റ് എങ്കിലും നിങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ ആ മടി എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് നമ്മൾ വഴുതി പോവാതിരിക്കത്തുള്ളൂ. അപ്പോൾ അതാണ് നാലാമത്തെ റൂള്. ഇനി കമ്മിങ് ടു ന്യൂട്രീഷൻ റൂൾസ്. അപ്പോൾ നമ്മുടെ ഫിറ്റ്നസ് റൂൾ കഴിഞ്ഞാൽ സിമ്പിൾ അല്ലേ, 4 കാര്യമല്ലേ ഉള്ളൂ, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ന്യൂട്രീഷൻ റൂൾസിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് 3 ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ വെയ്റ്റിനനുസരിച്ചാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്, അറിയാലോ. 25 കിലോ ഉള്ളൊരു വ്യക്തിക്ക് 1 ലിറ്റർ വെള്ളം എന്ന കണക്ക്. 75 കിലോ ആണെങ്കിൽ നമുക്കൊരു 3 ലിറ്റർ വെള്ളം കുടിക്കാമെന്നാണ്. അപ്പോൾ ഒരു 3 അല്ലെങ്കിൽ മാക്സിമം 3.5 ലിറ്ററൊക്കെ കുടിച്ചാൽ മതി. ഇപ്പോൾ ഒരു 90-95 കിലോ ഉള്ളൊരു വ്യക്തി 4 ലിറ്ററൊക്കെ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യമല്ല. ഒരു 3.5 ലിറ്റർ വരെയൊക്കെ മാക്സിമം കുടിച്ചാൽ മതി. 3 ലിറ്ററാണ് ഏറ്റവും സേഫ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ 3.5 ലിറ്റർ കുടിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും ഒരു 3, 3.25, 3.5 ആ ഒരു റേഞ്ചിലാണ് പിടിക്കാറ്. അപ്പോൾ 3 ലിറ്റർ വെള്ളം നമുക്ക് കുടിക്കാൻ ശ്രമിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നോ ഷുഗർ. അല്ലെങ്കിൽ തീരെ ഷുഗർ കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ 1 സ്പൂൺ ഷുഗർ ഒരു ദിവസം എന്നുള്ള കണക്ക് നിങ്ങൾ ലിമിറ്റ് ചെയ്യുക. ഷുഗർ ഒഴിവാക്കുക എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പഞ്ചസാര എങ്ങനെ പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം എന്നുള്ള വീഡിയോ. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റാവുന്നതിൻ്റെയും അപ്പുറത്തെ ഷുഗർ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഷുഗർ നിർത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് വന്ന മാറ്റങ്ങൾ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കണ്ടു നോക്കൂ. ഷുഗർ എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ കുറച്ച് ട്രിക്സും ടിപ്സും ഒക്കെ ഞാൻ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഷുഗർ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി നമ്മുടെ ന്യൂട്രീഷൻ റൂൾസിലെ മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത് ജങ്ക് ഫുഡ് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. എനിക്കറിയാം മനുഷ്യന്മാരാണ്, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ കുഴപ്പമില്ല. അങ്ങനെ സംഭവിച്ചാൽ തന്നെ നിങ്ങൾ പിറ്റേ ദിവസവും അതുപോലെ തന്നെ ആവാതിരുന്നാൽ മതി. ഒരു ദിവസമൊക്കെ കഴിച്ചു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷെ സ്ഥിരം ആക്കരുത് കേട്ടോ. അപ്പം അതാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക എന്നുള്ളതാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
ഞാനാണെങ്കിൽ സാമ്പാറിലെ ചാറ് മാത്രം കൂട്ടുക, മറ്റേ അവിയൽ എന്ന് പറയുന്ന ഒരു സാധനം തൊട്ട് നോക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ മുങ്ങി തപ്പും കഷ്ണത്തിന് വേണ്ടിയിട്ട്. അവിയൽ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അത്രയും വെജിറ്റബിൾസ് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ സാമ്പാറാണെങ്കിൽ കൂടുതൽ വെജിറ്റബിൾസ് എടുത്ത് കഴിക്കുക. ഉച്ചയ്ക്ക് എന്തെങ്കിലും ഒരു തോരൻ, ഇപ്പം ചീരയോ പയറോ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വെജിറ്റബിളായിട്ട് ഉണ്ടാവണം, മസ്റ്റാണ്. അതുപോലെ തന്നെ രാത്രിയിലും പ്രത്യേകിച്ച് വെജിറ്റബിൾസ് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു ഫ്രൂട്ടെങ്കിലും ഒരു ദിവസം കഴിച്ചിരിക്കണം. അതിപ്പോൾ ആപ്പിൾ ആവാം, അല്ലെങ്കിൽ പപ്പായ ആവാം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ടാണോ അത്. അടുത്ത റൂൾ എന്ന് പറയുന്നത് 8 മണിക്ക് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ 7 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാറില്ല. പക്ഷേ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 8 മണി ഓക്കെയാണ്. അപ്പോൾ 8 മണിക്ക് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക. നിങ്ങൾക്കറിയാലോ, ഞാൻ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ആണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ അതിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഈറ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത് എപ്പോഴും ഒരു 11 to 7 ആണ് കേട്ടോ. രാവിലെ 11 മണിക്കാണ് ഞാൻ എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത്. രാത്രി ഒരു 7 മണിയാകുമ്പോഴത്തേക്കും നിർത്താറാണ് പതിവ്. എൻ്റെ ഡിന്നർ കഴിച്ച് നിർത്താറാണ് പതിവ്. അങ്ങനെ തന്നെയാണ് ഇനി അങ്ങോട്ടും ഫോളോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 8 മണി എന്നുള്ളത് ആദ്യം നിങ്ങൾ കറക്റ്റ് ചെയ്യുക. അപ്പം ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഡിന്നർ ടൈം ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങളിലേക്ക് വന്നാൽ മതി. ഇപ്പോൾ ഡിന്നർ ടൈം 10 മണിക്കോ 11 മണിക്കോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് കുറച്ചിട്ട് ഒരു 8 മണി എന്നുള്ളൊരു സമയം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. അടുത്ത റൂൾ എന്ന് പറയുന്നത് പ്രോട്ടീൻ, എല്ലാ മീലിലും പ്രോട്ടീൻ കഴിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പയറൊക്കെ ഇല്ലേ, ചെറുപയർ, പിന്നെ ചിക്കൻ ബ്രസ്റ്റിലാണ് കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്, മറ്റേ സാധാ ഹോൾ ചിക്കനെ കഴിഞ്ഞും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ടോഫു, പനീർ, പരിപ്പ്, പയറ്, കടല, ഇതൊക്കെ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീനാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. നെറ്റിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ ഏതാണ് പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡ് ഐറ്റംസ് എന്നൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഡയറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കണ്ട. ചിക്കൻ ബ്രസ്റ്റ്, ചിക്കൻ, ഇതൊക്കെ കറി വെച്ച് അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്ത് കഴിക്കാം. നമുക്ക് വറുത്ത് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്ത് നമുക്കതൊന്നും കഴിക്കണ്ട കേട്ടോ കുറച്ച് നാളത്തേക്ക്. അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിക്കാം. ഇനി അടുത്ത റൂൾ എന്ന് പറയുന്നത് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റൂളാണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഉണ്ടല്ലോ, നമ്മുടെ മൈൻഡ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ എല്ലാം പോയി. അപ്പോൾ നമുക്ക് മൈൻഡും കൂടി ഇതിൻ്റെ കൂടെ ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഉറക്കമാണ്. ഒരു 7 അല്ലെങ്കിൽ 8 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കണം. എനിക്കറിയാം ഇത് നമ്മുടെ കയ്യിലല്ല. നമ്മൾ ചില ആൾക്കാർ, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ, പെട്ടെന്ന് എന്തെങ്കിലും ഒരു സൗണ്ട് കേട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മുടെ കയ്യിലല്ല. പക്ഷേ നേരത്തെ ഉറങ്ങാൻ കിടക്കുക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണല്ലോ. അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ്. അതായത് ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ച് TV ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഉറങ്ങാൻ കിടക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ബാക്കിയൊക്കെ വരുന്നത് പോലെ വരട്ടെ. എന്നാലും 7-8 മണിക്കൂർ നമുക്ക് ഉറങ്ങാൻ ശ്രമിക്കാം. അതിനുള്ളൊരു സാഹചര്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 5 മിനിറ്റ് ജേർണലിംഗ് ചെയ്യുക എന്നുള്ളതാണ്. ജേർണലിംഗ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ജേർണലിങ്ങിനെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡോണ്ട് വറി, അടുത്ത വീഡിയോസിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനി വരുന്ന ഷോർട്സിലായാലും വീഡിയോസിലായാലും. ഇപ്പം തൽക്കാലം നമുക്ക് ജേർണലിംഗ് ചെയ്യണം എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അടുത്ത വീഡിയോ വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്താണ് ജേർണലിംഗ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും കേട്ടോ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നും. വേറെ ഒന്നുമല്ല, ഇനി തൊട്ട് ഞാൻ വെയിറ്റ് ഡെയിലി കാണിക്കത്തില്ല. കാരണം എന്താണെന്നറിയോ, ഡെയിലി വെയിറ്റ് നോക്കരുതെന്നാണ് ശാസ്ത്രം പറയുന്നത്. നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവാനുള്ള വളരെയധികം ചാൻസസ് ഇതിലുണ്ട്. കഴിഞ്ഞ 2 ചലഞ്ചിലും എല്ലാ ദിവസവും ഞാൻ നിങ്ങളെ വെയിറ്റ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചലഞ്ചിൽ അങ്ങനെ എല്ലാ ദിവസവും കാണിക്കത്തില്ല. ഞാൻ തന്നെ നിങ്ങളോട് എല്ലാ ദിവസവും വെയിറ്റ് നോക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ നിങ്ങളെ ഡെയിലി വെയിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അതിലൊരു സുഖമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു Day 1-ലും Day 15-ലും Day 30-ലും Day 45-ലും Day 60 ഇതാണ് നമ്മുടെ ഫൈനൽ. അപ്പോൾ 5 തവണയായിരിക്കും നമ്മൾ വെയിറ്റ് കാണിക്കുന്നത്. ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്താണെന്ന് അറിയാം. നമ്മളുടെ ഒരു ഗോൾ എന്ന് പറയുന്നത് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ, നമ്മൾ ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും അപ്പോഴും എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, വെയിറ്റ് കുറയ്ക്കുന്നത് മാത്രമാവരുത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരുപാട് ബൈ പ്രോഡക്റ്റിൽ നിന്നും ഒരു പ്രോഡക്റ്റ് മാത്രമാണ് ഈ ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. വെയിറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ വെയിങ് സ്കെയിലിൽ കയറി നിൽക്കുമ്പോൾ വെയിറ്റ് കുറഞ്ഞില്ലെങ്കിൽ സങ്കടമാവുക, ഡീമോട്ടിവേറ്റഡ് ആവുക, ആ പരിപാടിയൊന്നും നമുക്ക് വേണ്ട. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ട്രസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ചെയ്യുക. ബിലീവ് ഇൻ യുവർ സെൽഫ്.
നിങ്ങൾ എന്തായാലും വെയിറ്റ് കുറയ്ക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആക്കാനോ അല്ല ശ്രമിക്കുന്നത്, അത് നിങ്ങൾക്ക് നടന്നിരിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളിതിനെ ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ ഒക്കെ ഒന്ന് വെയിറ്റ് നോക്കുന്നത് കുഴപ്പമില്ല. ശരിക്കും 1 മാസം കൂടുമ്പോൾ ഒക്കെ നോക്കിയാൽ മതി. പക്ഷെ അത്രയും നമുക്ക് ക്ഷമയുണ്ടാവില്ല. അപ്പോൾ നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് വെയിറ്റ് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ നമ്മൾ കറക്റ്റ് റൂട്ടിലാണോ പോകുന്നത്. അപ്പം എയ്തർ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഇഞ്ച് ലോസ് ഇതിൽ ഏതെങ്കിലും ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് റൂട്ടിലാണ് എന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് 1 മണിക്കൂറെങ്കിലും നമ്മൾ ഈ ഫോണും സോഷ്യൽ മീഡിയയും ഒന്നുമില്ലാതെ നമ്മളുടേതായ ഒരു സമയം നമ്മൾ കൊടുത്തിരിക്കണം. വളരെ സിമ്പിളാണ് പക്ഷെ പവർഫുള്ളാണ്. 1 മണിക്കൂർ നമ്മൾ ഒരു ഫോണും ഇല്ല, ഒരു സോഷ്യൽ മീഡിയ ഇല്ല, ഒന്നുമില്ല, നമ്മളുടേതായ ഒരു സമയം. അത് എന്തോ ആയിക്കോട്ടെ. ആ സമയം നിങ്ങൾ പ്രാർത്ഥിക്കാൻ എടുത്തോളൂ, ധ്യാനിക്കാൻ എടുത്തോളൂ, അല്ലെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ വെച്ച് തലേന്ന് മസാജ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫേസ് പാക്ക് ഒക്കെ ഇട്ട് ഒരു നീണ്ട ഒരു കുളിക്ക് വേണമെങ്കിൽ എടുത്തോളൂ. എന്തോ ആയിക്കോട്ടെ 1 മണിക്കൂർ നമുക്കായിട്ട് നമ്മൾ എന്തായാലും എടുത്തിരിക്കും ഒരു ദിവസം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പാർട്ട് ഓഫ് സെൽഫ് ലവ്. ഇനി ഫൈനൽ റൂൾ എന്ന് പറയുന്നത് ഒരു രീതിയിലുള്ള നെഗറ്റീവ് ടോക്സ് നമ്മളുടെ ഉള്ളിൽ വരാൻ പാടില്ല, നമ്മളത് പറയാനും പാടില്ല. ഓൺലി പോസിറ്റീവ് ടോക്സ്. എനിക്കറിയാം ഇത് പറയുന്ന അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളത്, കാരണം എന്തുമാത്രം നെഗറ്റീവ് അടിച്ചുകൊണ്ടിരുന്ന ഒരാളാണെന്നറിയോ ഞാൻ. നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ ഞാനിരുന്ന് ദുരന്തം പറയുമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിനോടും ഞാനിരുന്ന് എൻ്റെ തന്നെ ദുരന്തങ്ങൾ, എന്നാലും എൻ്റെ ജീവിതം എന്താടി ഇങ്ങനെ ആയിപ്പോയത്. അതുപോലെ തന്നെ എൻ്റെ ജീവിതവും ദുരന്തമായിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അത് വേർഡ്സ് ആൻഡ് എനർജി, ജോക്സ് അപ്പാർട്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്തൊക്കെ നമ്മൾ ലൈഫിൽ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ് പറയുന്നത്. പണ്ടുള്ളവർ പറയാറില്ലേ അറം പറ്റി പോവാന്നൊക്കെ. അപ്പോൾ കുറേയൊക്കെ അതിൽ കാര്യമുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ ലൈഫ് കുറേയൊക്കെ ആയി വരും. അപ്പം സ്വയം ഇങ്ങനെ പഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം തന്നെ നിർത്തിക്കോ, അങ്ങനെയൊന്നും പറയരുത്, എന്നെക്കൊണ്ട് പറ്റും എന്ന് പറയണം കേട്ടോ. അപ്പോൾ പോസിറ്റീവ് അഫർമേഷൻസ് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചും ഈ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, വീഡിയോൻ്റെ ലെങ്ത് കൂടും. നമ്മുടെ റൂൾസ് ഇത്രയേ ഉള്ളൂ. 2 കാര്യങ്ങൾ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്, ജേർണലിങ്ങും പോസിറ്റീവ് അഫർമേഷൻസും. അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 60 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ഇത് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചലഞ്ചാണ്, എന്നാലും അത് പറയുമ്പോൾ ഒരു ഗുമ്മില്ല. എല്ലാവർക്കും വെയിറ്റ് ലോസ് ചലഞ്ച് എന്ന് പറഞ്ഞാണല്ലോ ശീലം. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് വെയിറ്റ് ലോസ് ചലഞ്ച് എന്നുള്ള പേരിടുന്നത് കേട്ടോ. അപ്പോൾ 60 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ജൂലൈ 1 കാണാം 7 മണിക്ക്. അന്നത്തെ ദിവസത്തെ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വീഡിയോ ഇട്ടേക്കാം. ഈ ഒരു വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൂടെ അവരും കൂടെ അല്ലേ. നിങ്ങളുടെ തോട്ട്സ് അത് എന്ത് തന്നെ ആയാലും ഈ ഒരു വീഡിയോന്റെ കമന്റ്സിൽ അത് ഷെയർ ചെയ്യാൻ മറക്കണ്ട. അത് എനിക്ക് കുറച്ചും കൂടി ഒരു മോട്ടിവേഷൻ തരുന്ന കാര്യമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ. അടിപൊളിയായിട്ടിരിക്കുക. ജൂലൈ 1 കാണാം. Ta-da!